എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചീസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. അതിനാദ്യം വേണ്ടി ഒരു 3 കപ്പ് പാല് നമ്മൾ അടുപ്പത്ത് വെക്കുക, സ്റ്റൗ കത്തിക്കുക. കൂടുതൽ ചീസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു 4 കപ്പ് എടുക്കാം. അപ്പോൾ പാല് പ്രത്യേകം ശ്രദ്ധിക്കണം, പാല് ഒരു ഇളം ചൂടേ പാടുള്ളൂ. ഇളം ചൂടിലാണ് നമ്മളത് പിരിച്ചെടുക്കുന്നത്. പാല് പിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നാരങ്ങ അല്ലെങ്കിൽ വിനീഗർ ഉപയോഗിച്ചാൽ മതി. നമ്മളൊരു കഷ്ണം നാരങ്ങ എടുക്കുക. നാരങ്ങ മുറിച്ചതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീര് മുഴുവനായിട്ട് നമുക്ക് കിട്ടും. അതൊരു ടിപ്പാണ്. അല്ലാതെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ നീര് കിട്ടും. കാരണം ഇത് നമ്മൾ പിരിച്ചെടുക്കുന്ന സമയത്ത് ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇത്ര നാരങ്ങ എന്നൊന്നുമില്ല. ഇതാ നമുക്ക് ആ ഒരു ചീസ് നമ്മൾ ഇളക്കുന്നുണ്ടല്ലോ, ഇളക്കുന്നതനുസരിച്ച് നമുക്കറിയാൻ പറ്റും വരുന്നത്. ആ ഒരു പരുവം എത്തുന്ന വരെ നമ്മളിങ്ങനെ കുറേശ്ശെ നാരങ്ങ നീരിങ്ങനെ പിഴിഞ്ഞൊഴിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒറ്റയടിക്ക് ഒഴിക്കാതെ കുറച്ച്, അതായത് ഒരു 5-6 മിനിറ്റ് എങ്ങനെയായാലും എടുക്കും. അല്ലി വീഴാത്ത രീതിയിൽ പിഴിഞ്ഞെടുക്കുക. ചീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാലിന് ഇളം ചൂടേ പാടുള്ളൂ. അതായത് ഇളം ചൂടായി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. ആ ഇളം ചൂടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പാല് പിരിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചീസ് ഇതാ റെഡിയായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു അരിപ്പ് വെച്ച് ഇത് അരിച്ച് എടുക്കണം. ആ ചീസ് മാത്രമായിട്ട് നമുക്ക് മാറ്റി അങ്ങനെ എടുക്കണം. അങ്ങനെ നമ്മളിതാ എടുത്ത് സെപ്പറേറ്റ് മാറ്റി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 3 കപ്പ് പാലിനകത്തുനിന്ന് നമുക്ക് ഏകദേശം ഇത്രയും ഒരു ചീസ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു ചെറിയ കലാപരിപാടി ഇങ്ങോട്ടുണ്ട്. അതായത് ചീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഉപ്പ് വരണമല്ലോ, സാൾട്ടി ആണല്ലോ ചീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 1.5 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു 1.5 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം നമ്മളൊരു സെപ്പറേറ്റ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ചീസ് ഇത് ഉരുട്ടിയെടുത്ത് കയ്യിലിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം അതിനകത്ത് ഈ ഉപ്പ് വെള്ളത്തിൽ മുക്കിയെടുക്കുക. ഇങ്ങനെ ഒരു 6-7 പ്രാവശ്യം ഇങ്ങനെ പിഴിഞ്ഞ് മുക്കിയെടുക്കുക. ഇനി നമ്മൾ ഈ ഉപ്പ് വെള്ളത്തിൽ മുക്കിയെടുത്ത ചീസ് ഒരു ബേക്കിംഗ് പേപ്പറിനകത്തോട്ട് വെച്ച് പൊതിഞ്ഞ് ഫ്രീസറിൽ വെക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. ബേക്കിംഗ് പേപ്പർ ഇല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രമാണെങ്കിലും മതി. ഇതാ അങ്ങനെ 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ പുറത്തെടുത്തു. നല്ല ചീസ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഹോം മെയ്ഡ് ചീസ് കൊണ്ട് നമ്മളൊരു കിഡിലോസ്കി ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ അടുത്ത ഫ്രൈഡേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചീസ് ഉണ്ടാക്കി നോക്കുക. ഈ ചീസ് നമുക്ക് ബ്രെഡിന്റെ കൂടെയും പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റും. ബ്രെഡിന്റെ കൂടെ ഇപ്പോൾ ഒരുപാട് നമ്മൾ ചീസ് യൂസ് ചെയ്യുന്നുണ്ട് പിസ്സ ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ ഹോംലി മെയ്ഡ് ചീസ് വളരെ നല്ലതായിരിക്കും. കടയിൽ നമ്മൾ ഈ പാക്കറ്റ് വാങ്ങുന്നില്ല ഈ ചീസ്. അതിങ്ങനെ ഓരോ ഷേപ്പിലേക്ക് ഇരിക്കുമ്പോൾ കാണുമ്പോൾ നല്ല ലുക്കാണ്. പക്ഷെ ആ ഒരു ലുക്ക് ഇതിനില്ല. പക്ഷെ നല്ല ഹെൽത്തിയാണ്, നല്ല ക്വാളിറ്റിയാണ്. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചമ്മന്തി ആണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിത് വീട്ടിലുണ്ടാക്കിയതാണ്. അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലുക്കിലല്ലല്ലോ വർക്കിലല്ലേ കാര്യം. കഴിഞ്ഞ ഫ്രൈഡേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നാടൻ ഫിഷ് ഫ്രൈ, അതായത് സ്പെഷ്യൽ മസാലക്കൂട്ടിൽ ഒരു ഫിഷ് ഫ്രൈ. അതിന് നല്ല അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ കിട്ടി. അതിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കോമഡി വീഡിയോസാണ് കൂടുതൽ ഇഷ്ടം എന്ന്. അതിൽ വളരെയധികം സന്തോഷം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഉള്ള പോലെ യൂട്യൂബ് ഒരു ഷോർട്സ് എന്ന് പറഞ്ഞ റീൽസ് പോലെ തന്നെ നമുക്ക് ഒരു അവസരം തരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ഷോർട്സ് വീഡിയോ ആഴ്ചയിൽ 3 ദിവസം, അതായത് ഞായർ, ചൊവ്വ, വ്യാഴം 2:30, അതായത് കുവൈറ്റ് ടൈം 2:30, ഉച്ചയ്ക്ക് 2:30, അതുപോലെ നാട്ടിലെ ഇന്ത്യൻ ടൈം 5 മണിക്ക് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഷോർട്സ് ആണ്. അത് 1 മിനിറ്റ് താഴെയാണ് ആ വീഡിയോസ്. അത് മൊത്തം കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൂടെ കാണുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.